ഹലോ ഹായ്, നമ്മളങ്ങനെ ഫൈനലി ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മൂവി റോസ്റ്റ് അവാർഡ്സ്. കഴിഞ്ഞ വർഷം ഞാൻ ഈ പരിപാടി ചെയ്തിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം കളിയാക്കി അവാർഡ് കൊടുത്ത പടത്തിനൊക്കെ നാഷണൽ അവാർഡ് വരെ കിട്ടി. അങ്ങനെ ഈ വർഷവും ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പടത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് അവാർഡിലേക്ക് പോകാം. ദ ബെസ്റ്റ് VFX. ബെസ്റ്റ് VFX കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അഖണ്ഡ 2, കണ്ണപ്പ, അങ്ങനെ ഏതൊക്കെയോ കുറേ പടങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്ട്രേഞ്ചർ തിങ്സ് ഉള്ളപ്പോൾ നമ്മൾ അവാർഡ് ആർക്ക് കൊടുക്കാനാണ്? സ്ട്രേഞ്ചർ തിങ്സാ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അതെ, സ്ട്രേഞ്ചർ തിങ്സ് തന്നെ, ഇന്ത്യൻ വേർഷൻ. വീട്ടിൽ വന്നും അടിച്ച് പിരിക്കുന്നില്ലേ. സ്ട്രേഞ്ചർ തിങ്സിന്റെ സീക്വൽ എല്ലാം ആണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ഈ പടം നെറ്റ്ഫ്ലിക്സ് തന്നെ എടുക്കുകയും ചെയ്തു. ഒരു പണിവാളിയെ പോലെ തോന്നാ. പക്ഷേ ഈ പടത്തിന്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അത് നെറ്റ്ഫ്ലിക്സ് എങ്കിലും എടുത്ത് അങ്ങനെ കുറച്ച് പൈസ തിരിച്ചു കിട്ടി. പക്ഷേ പോസ്റ്റർ ഒട്ടിച്ച് മൈദയുടെ പൈസ പോലും തിരിച്ചു കിട്ടാതെ ഒരു പടമുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് അവാർഡ് കൊടുക്കാം, ബെസ്റ്റ് പ്രൊഡ്യൂസറിനുള്ള അവാർഡ്. ഈ അവാർഡ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരിക്കും, കാരണം കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. ദ ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സിനുള്ള അവാർഡ് ഗോസ് ടു വൃഷഭയുടെ പ്രൊഡ്യൂസേഴ്സ്. 70 കോടി ബഡ്ജറ്റുള്ള പടം 1-2 CR അടിച്ചിട്ട് 97% കണ്ട് ലോസ് ആണെന്നാണ് പറയുന്നത്. ഇതിലാകെയുള്ള ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഇവർ 5 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അപ്പോൾ 5 കൂടെ ലോസ് വീതിച്ചെടുക്കാം. അതൊക്കെ കേട്ട് ഡിപ്രഷൻ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു ലൈറ്റ് ആയിട്ടുള്ള അവാർഡ് കൊടുക്കാം, ദ ബെസ്റ്റ് മ്യൂസിക്കിനുള്ള അവാർഡ്. ആൻഡ് ഇത് കോമ്പറ്റീഷൻ പോലും ഇല്ലാതെ ഷാൻ റഹ്മാൻ തൂക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഫസ്റ്റ് തന്നെ കരവെന്ന് പറഞ്ഞ സിനിമയിൽ കാർച്ചേ സീനിൽ കൊണ്ടുപോയിട്ട് ശിങ്കാരി മേള വിട്ടു. എന്തിനും ഫൈറ്റ് സീനിൽ വരെ ഇതിട്ട് ഒരു പൂരപ്പറമ്പിൽ നിന്ന് പടം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിക്കാരനടുത്തായിട്ട് ബബ്ബയിൽ കൂടെ വന്നിട്ട് ഒരു സാധനം കിട്ടു. അടുത്തതായിട്ട് ഇതേപോലെ ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു അവാർഡാണ് ബെസ്റ്റ് ഡയലോഗ്സിനുള്ള അവാർഡ്. ആൻഡ് ആ അവാർഡ് ഗോസ് ടു, ഇതും പ്രഡിക്റ്റബിൾ ആയിരിക്കും, ജാൻവി കപൂർ. ബഡ്ഡി ചവിട്ടരുത് എന്നെ എന്നൊക്കെ പറഞ്ഞ ഓക്കെ, എല്ലാം മനസ്സിലായി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നെക്സ്റ്റ് അവാർഡിലേക്ക് പോവാം, ദ ബെസ്റ്റ് റൊമാൻറ്റിക് മൂവി. അതായത് ഇത്രയും മികച്ച ലവ് സ്റ്റോറി ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാം, ദ ബെസ്റ്റ് ഹൊറർ മൂവി. ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് സിനിമാറ്റിക് ഹൊറർ യൂണിവേഴ്സിൽ നിന്ന് വന്ന ഹൊറർ മൂവി. വാമ്പയറിന്റെ ഡാൻസ് കൊള്ളാം. ഇനി പുള്ളിക്കാരിയുടെ ഹൊറർ സീൻ എന്തെങ്കിലും ഓക്കെ, പക്ഷേ ഹൊററായിട്ടോ ജംസ്കെയർ ആയിട്ടോ വല്ലതും എന്തെങ്കിലും സീൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് അവാർഡാണ് ദ ബെസ്റ്റ് ക്യാമിയോ. നിങ്ങൾ വിചാരിക്കും പോലെ ബബ്ബക്ക് മാത്രമല്ല ലാലേട്ടനി അവാർഡ്, പുള്ളി അതല്ലാതെ വേറൊരു പടം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണപ്പ. ഇവിടുന്ന് തുടരുമൊക്കെ ചെയ്തിട്ട് പോയ മനുഷ്യനാ ആ തുള്ളിച്ചാടി വരുന്നത്. എനിവേ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് മെയിൻ അവാർഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്, ബെസ്റ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ്സിൽ കോമ്പറ്റീഷനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് പരമസുന്ദരി, പിന്നെ ഐറ്റം ഡാൻസ് കളിക്കുന്ന വാമ്പയർ, അങ്ങനെ എല്ലാവരും. പക്ഷേ അവാർഡ് തൂക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, ആക്ഷൻ ഹീറോയിൻ അനുഷ്ക. ഇതാരും നമ്മുടെ റാഗ്നറാ. റാഗ്നർ മാത്രമല്ല, വേണമെങ്കിൽ സാരി കൊടുത്ത് ജോൺ വിക്കും ആവാം. അതൊക്കെ വിട്. അങ്ങനെ നമ്മൾ അവസാനം ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കൊടുക്കുകയാണ്. അത് മറ്റാർക്കുമല്ല, സൽമാൻ ഖാൻ ഫോർ സിക്കന്ദർ. ഇതിന് അവാർഡ് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2.5 മണിക്കൂർ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാതെ അഭിനയിക്കുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അതായത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റും ഈ 2.5 മണിക്കൂർ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എക്സ്പ്രഷനൊക്കെ ഒന്നും മാറിപ്പോകില്ല. പക്ഷേ ഇത് എങ്ങനെ ചെയ്തിങ്ങേരിയത്? വല്ല ടെർമിനേറ്ററോ അല്ലെങ്കിൽ വൺ പഞ്ച് മാൻ്റെ ലൈവ് ആക്ഷൻ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഇങ്ങേർക്ക് കൊടുത്താൽ ഇങ്ങേരുടെ കൈകളിലത് ഭദ്രം. അങ്ങനെ സൽമാൻ ഭായിയോട് കൂടെ നമ്മുടെ അവാർഡും വീഡിയോ ഒക്കെ തീർന്നിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ വർഷം പോലെ ഇതിലേതെങ്കിലും പടത്തിന് നാഷണൽ അവാർഡും കിട്ടും, അതെനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അപ്പോൾ ശരിയെന്നാ. यारो यारो नी यारो